ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണ്, ഞാനിപ്പോഴും കൊച്ചിയിൽ തന്നെയാണ്. സംഭവം ഇന്നും തിരുവോണ ദിവസമാണ് കേട്ടോ. തിരുവോണ ദിവസമാണ്. നമ്മൾ രാവിലെയൊക്കെ എഴുന്നേറ്റു. പക്ഷേ ഇന്ന് നമുക്ക് പ്രൊഡക്ഷൻ ഫുഡില്ല കേട്ടോ. ഒരുപാട് ദൂരമുള്ളവരൊക്കെ ഇന്ന് 2-3 പേര് ഇവിടെ ഉണ്ട്. അതായത് ബാക്കിയുള്ള ടീമിലെയും കുറച്ച് ടീമുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. സംഭവം നമ്മളും ഇപ്പോൾ ഈ റൂമിൽ നമ്മൾ 3 പേരുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് നമ്മൾ കുറച്ച് ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കഴിച്ചു. ഇപ്പോൾ സമയം വന്നിട്ട് 12 മണിയായി. നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം വല്ലതും കിട്ടുമെന്ന് ഒന്ന് അന്വേഷിച്ചൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. എന്തെങ്കിലും കഴിക്കാനായിട്ട് ഇറങ്ങുവാണ്. സംഭവം നോക്കട്ടെ, എവിടെയെങ്കിലും എന്തെങ്കിലും ഫുഡ് കിട്ടുവാണെങ്കിൽ കഴിക്കണം. അല്ലാതെ നമ്മളതിലൊന്നുമില്ല, പ്രൊഡക്ഷനിൽ ഫുഡ് ഇല്ലാത്തതുകൊണ്ട്. മറ്റേ സാഹചര്യം ആദിത്യനും 2 ഫൈറ്റേഴ്സ്, അവർ രണ്ടുപേരും താഴോട്ട് പോയിട്ടുണ്ട്. ഞാനിപ്പോൾ എല്ലാം സെറ്റായിട്ട് നിൽക്കുവാണ്. ഞാനൊന്ന് താഴോട്ട് പോവുകയാണ്. നമ്മൾ എന്താണെന്നുള്ള, എവിടെയാണ് എന്തിനാണ് കഴിക്കാമെന്നൊന്നും ഒരു പിടിയില്ല. എന്തായാലും കഴിച്ചാൽ മതി. അതും തിരുവോണ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ താഴോട്ട് പോട്ടെ. എങ്ങോട്ട് പോകാനാ പ്ലാൻ? അത് ഇങ്ങോട്ടാ അല്ല, അറിയാമോ? അത് തന്നെ, ഭൂമി ഉരുണ്ടായിരുന്നു. എങ്ങോട്ടെങ്കിലൊക്കെ പോവാം. നൈസായിട്ട് നമ്മൾ ഇറങ്ങിയ സൈഡ് മാറിപ്പോയി കേട്ടോ. നമ്മൾ ലൊക്കേഷനിലോട്ട് പോണ വഴി അങ്ങോട്ടാണ്, നമ്മൾ തിരിച്ച് അങ്ങോട്ട് നടന്നു. അത് മാറിപ്പോയി. അപ്പോൾ നമ്മൾ തിരിച്ച് ശരിക്കുള്ള വഴിയെ പോവേണം കേട്ടോ. സൈഡ് പറഞ്ഞത് ഇങ്ങനെയാണ്, എന്നിട്ട് ബാക്കിൽ ഇരുന്ന് അങ്ങനെ തന്നെ എന്നെ ഊക്കാണ്. ഇപ്പോൾ നേരെ പോട്ടൊന്ന്. അത് തന്നെ മെയിനാവാൻ നോക്കിയാണ്. ഇങ്ങോട്ടാണ് ലൊക്കേഷൻ. ഇയാളെ ഇങ്ങോട്ടാണ് ലൊക്കേഷൻ. ആ, നമ്മൾ രാത്രി വരുന്ന ഇതിലാണ്. അത് തന്നെ, ഭൂമി ഉരുണ്ടതാണ്. ഇപ്പുറത്തൂടെ പോയാൽ ഇവിടെ വരണം. നല്ല ഈ ഭൂമി ഉരുണ്ടതാണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റിയ ടൈമാണ് കേട്ടോ. അതാ മണ്ടലിക്കണോ. വർഷത്തിൽ 365 ദിവസം 300 ദിവസം വെയിലത്താണ്. ഇങ്ങനെയുള്ള കുറച്ച് ദിവസമാണ് ഇത്തിരി തള്ളത്തിരിക്കുന്നത്. ഒരുവിധപ്പെട്ട ഹോട്ടലും ചെറിയ കടകളും സഹിതം അടച്ചിട്ടിരിക്കുകയാണ്. ചെറിയ എന്തെങ്കിലും കിട്ടിയാൽ മതി, എന്തെങ്കിലും കഴിച്ചാൽ മതി. സമയം ഉച്ചയായി, നല്ല വെയിലുണ്ട്, നല്ല വിശപ്പുണ്ട്. രാവിലെ നമ്മൾ എന്തൊക്കെയാണ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു കൊടുത്താൽ ഞാൻ നല്ലപോലെ പറയാം. അതെ, വറുത്തകായ നമ്മളെ ചിപ്സ് ആണ് കേട്ടോ. അണ്ണ നമ്മളെ കോഴിക്കോടാണ്. ആ, പിന്നെ മിച്ചറ്, വറുത്തകായി, പിന്നെന്താണ്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. നമുക്ക് ലൊക്കേഷനിൽ നിന്ന് ഇന്നലെ ഓണക്കിട്ടിയൊരു സംഭവം കിട്ടിയായിരുന്നു. അതിലുള്ള കുറച്ച് സാധനങ്ങൾ, അതായിരുന്നു നമ്മൾ രാവിലത്തെ ഫുഡ്. എന്നിട്ട് അടിച്ച് കയറി വാന്ന് പറഞ്ഞിട്ട് വെയിലത്തോട്ട് പോകണം. വല്ല കാര്യം ഉണ്ടായിരുന്നു എൻ്റെ പൊന്നേ. ഇതെന്താണ് വൈ? ഹോംസ് ആണ്, റൂമാണ്. റൂം ഇമ്പോർട്ടഡ് മാർബിൾസ്. അല്ല സോറി തെറ്റിപ്പോയി. അത് വീട് പണിക്ക് ആവശ്യമായിട്ടുള്ള ടൈൽസ്. ആ, അത് തന്നെ. ഞാൻ കണ്ട മേലത്തെയാണ് വായിച്ചത്. ലോറിയോ ഹോംസ്. എൻ്റെ തെറ്റാണ്. വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മാർബിൾ, ടൈൽസ്, അതൊക്കെ വിൽപ്പനയ്ക്കുള്ള വലിയൊരു ഷോറൂമായിരുന്നു. ഞാനത് റൂമാണെന്ന് വെച്ചിട്ട് അത്രയൊക്കെ ഉള്ളൂ. ആദ്യം അതന്നെ, അത് ഇനി വന്നപ്പോഴേ മാറി ഉണ്ടായിരുന്നല്ലേ ബ്ലാക്ക് മാൻ. ഇത് എവിടെ പോകുന്നതാണ്? വഴി ഇതാണ്. നമുക്ക് തിന്നാൻ എന്തിനു കിട്ടും? ഇതെന്നാണോ വഴി? ഇതാണ്. നിങ്ങൾ അവിടെ വല്ല കടയും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഷോപ്പിലും കണ്ടിട്ടുണ്ടോ? ഇതാണ് മോനെ. അതൊക്കെ അതിന്റെ മുകളിൽ മറ്റേ സാധനല്ലേ. പിന്നെ അത് ആകാശത്ത് പോകുന്ന സാധനമല്ല, സാധനം മേലോട്ട് കയറ്റാനുള്ള ഇതാണ്. നടന്ന് നമ്മള് സിനിമ ലൊക്കേഷന്റെ അടുത്ത് എത്താറായി. സംഭവം നമുക്ക് എന്ന് നടന്നു വരാനുള്ള ദൂരേ ഉള്ളല്ലേ ലൊക്കേഷനിൽ. പടം കാണാൻ പോവാം. നോക്കട്ടെ, ചിലപ്പോൾ ഒരു പടത്തിന് പോവാം. തിയേറ്റർ എവിടെ ഉണ്ട് അറിയാവോ? അപ്പൊ വെറുതെ പറഞ്ഞ കേട്ടോ, നമ്മൾ പടത്തിനൊന്നും പോണില്ല. അഥവാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അഥവാ നമ്മളിപ്പോ ഇങ്ങനെ നടക്കുന്നു, ഒന്നും കിട്ടിയില്ല, എന്തിനു ചെയ്യും? അല്ല ആദി, നമ്മളിപ്പോ ഇങ്ങനെ നടക്കുന്നു, നമുക്കൊന്നും കിട്ടിയില്ല, എന്തിനു ചെയ്യും? എന്തിനു ചെയ്യാനാണ്? എന്തിനു ചെയ്യും? എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അതൊന്നും കിട്ടിയില്ല, എന്തിനു ചെയ്യും?
അപ്പൊ നിങ്ങളുടെ കവറല്ലേ എടുത്തത്? എന്റെ കവറിലുണ്ട് വത്തക്കായ. ഒരു കാര്യമുണ്ട്, ഈ ഊക്കലിന്റെ അർത്ഥം വേറെയാണ് കേട്ടോ. എല്ലായിടത്തും ഊക്കൽ എന്ന് പറയുന്നു. പല സ്ഥലത്തും പല അർത്ഥങ്ങളാണ്. ഓക്കെ, എന്റെ പൊന്നെ, ഇതിപ്പോ നടന്ന് അക്കരെ എത്താറായി. എന്താണ് ഇപ്പൊ നമ്മുടെ മൂവി ലൊക്കേഷനായി കേട്ടോ സംഭവം നടന്ന്. അപ്പൊ രാവിലെ വണ്ടി കിട്ടിയില്ലെങ്കിൽ നടക്കാം. അപ്പൊ ഞാൻ താമസിച്ച നേരെ വണ്ടി കിട്ടാ, ഞാൻ വേഗം നടന്നാ ഓടിയാ വരാം. ജസ്റ്റ് ഒന്ന് ഓടിയത്, ഒറ്റ ഓട്ടത്തിന് എത്താനുള്ള ദൂരേ ഉള്ളൂ. എൻ്റെ പൊന്നെ, സംഭവം നമ്മൾ ജോലി ചെയ്യപ്പോഴേ കുഴപ്പമില്ല. ഇപ്പൊ 2-3 ദിവസം കൊണ്ട് വെയിൽ കൊള്ളാതെ ലൊക്കേഷന്റെ അകത്ത് നിന്ന് ഇപ്പൊ വെയിൽ കൊണ്ടപ്പോ എന്തോ പോലെ അതെ തന്നെ സ്കിന്ന്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും പോയി കളയ്ക്കാനുള്ളതാണ് കുന്താലിക്ക്. ഒരു കടവ് സീ ഫുഡ് റെസ്റ്റോറൻറ്റ് കേട്ടാ. ഒരു റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ, കടവ് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആണെന്നാണ് തോന്നുന്നത് കേട്ടോ. മാൻ ഓപ്പൺ ഇതല്ലേ ഇത് ഓപ്പണാണ്. ഓടിക്കറിയാലോ, 2 പിള്ളേരങ്ങനെ വൈറലായിട്ടുണ്ട് കേട്ടോ. നമുക്കും വൈറലാവാം. മനുഷ്യ, അവിടെ ഒരു ഹോട്ടൽ തുറന്നിരിക്കുന്നു. നിങ്ങളെ വാക്കും കേട്ടോണ്ട് വരെയാണ് അവിടെ ഏതാ നല്ല സാധനം ഉണ്ടെന്നും പറഞ്ഞു. മനുഷ്യ കൊണ്ടുവന്ന് ഷാപ്പിൽ കയറ്റാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഷാപ്പിലെ കറി നല്ല കറി ആയിരിക്കും അല്ലേ? നല്ല ഫുഡ് കഴിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ നല്ല ഫുഡ് എന്നാണ് പറയുന്നത് കേട്ടോ. പുള്ളിക്ക് ഇവിടെ മുൻപരിചയമുണ്ട്. നല്ല ഫുഡ് എന്നാണ്. ഫുഡ് എന്തരാണെന്നല്ല. അപ്പൊ ഇന്നൊരു ഫുഡ് വ്ളോഗും കൂടെയാണ്. ഫുഡ് വ്ളോഗാണ്. അപ്പൊ തിരുവോണമായിട്ട് ഫുഡ് തെണ്ടി കിടക്കുവാണ് കേട്ടോ. തിരുവോണ ദിവസമായിട്ട് ആഹാരത്തിന് റോട്ടെ കൂടെ ഇങ്ങനെ വെയിലത്ത് തെണ്ടി നടക്കുവാണ്. ഒരു പിടി ആഹാരത്തിനായിട്ട്. അയ്യോ, നമുക്കൊരു പിടി പോരെ? അതന്നെ, ഒരു പിടി നാടൻ ഊണുണ്ട്. ഊണ് കഴിച്ചാൽ പോരെ? നല്ല നാടൻ ഊണുണ്ട് കേട്ടോ. ഓപ്പൺ തന്നെ. ഇഷ്ടപ്പെട്ട് ഗ്യാസ്. തിരുവോണമായിട്ട് ഇങ്ങനെയൊക്കെ കടകളുള്ളപ്പോഴാണ് ഇതേ കണക്കുള്ള നമ്മളെപ്പോലുള്ള കുറച്ച് ആളുകളൊക്കെ ഇതേ കണക്കൊക്കെ കാണും. അപ്പോൾ അവർക്കൊക്കെ അതൊരു വലിയൊരു ആശ്വാസമായിരിക്കും. അയ്യോ, അടച്ചേക്കുന്നു. വലിയ പ്രതീക്ഷയിൽ വന്നതാണ് കേട്ടോ. സംഭവം ഇന്ന് കട അടവായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് നമ്മൾ വന്ന പാലത്തിൻ്റെ അപ്പുറത്ത് ആദ്യം ഒരു ഹോട്ടൽ കണ്ടായിരുന്നല്ലേ, അപ്പോൾ അവിടെ ഫുഡ് കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ. എന്തായാലും അങ്ങോട്ട് പോവാ, എന്തെങ്കിലും കഴിക്കണമല്ലേ. അവർ മുമ്പേ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് പാഴ്സൽ കിട്ടി കേട്ടോ. സംഭവം അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് മേടിച്ച 2 ചിക്കൻ ബിരിയാണി, ഒരു തന്തൂർ പൊറോട്ട, ഒരു ചില്ലി ചിക്കൻ. നമ്മളെ ഓണസദ്യയാണ് കേട്ടോ ഉച്ചയ്ക്കുള്ള. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഓണത്തിന് നോൺ വെജ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യത്തെ സംഭവമാണ്. അതും ഇങ്ങനെ ഫുഡ് ആഹാരം ഇങ്ങനെ തിരക്കി നടന്ന് കിട്ടിയതാണ്. അത് നമ്മൾ അവിടെ വെച്ച് കഴിച്ചില്ല. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. റൂമിൽ പോയിരുന്ന് കഴിക്കാം. നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ പാഴ്സലാക്കി. നല്ല വെയിൽ കേട്ടോ. ചൂടടിച്ചു. അതെന്തൊരു വെയിൽ? ഇതോ 7up. 7up രണ്ട് ഉപ്പ് 7up ബിരിയാണി. അങ്ങനെ എത്തി കൈ. നമ്മൾ റൂമിലെത്തി. ചാവിൻ്റെ പോക്കറ്റിൽ ഞാൻ വെച്ചിരുന്നു. പിടിച്ചേ. ഇതാറ് ചാർജർ വന്നിട്ടാ റൂമിൽ വന്ന്. അമ്മമാര് ചൂട് ഫുൾ സ്പീഡിൽ ഫാൻ ഇട്ടിട്ടുണ്ട്. കുറച്ച് നേരം എന്തായാലും ഒന്ന് കേട്ടെ. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് വന്ന് ഫുഡൊക്കെ കഴിച്ച സംഭവം. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങി കേട്ടോ. നല്ലൊരു ഉറക്കം ഉറങ്ങി. വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിക്ക് കിടന്നുറങ്ങി. നമ്മൾ 3 പേരും കൂടെ. ഇപ്പം വൈകുന്നേരമായി. ഇനി കുളിക്കണം. കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ട്. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് നമുക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ പോയൊക്കെ കഴിക്കണം. അതൊക്കെയാണ്. അപ്പോൾ നമ്മളെ തിരുവോണ വിശേഷം ഇതാണ് കേട്ടോ. ഈ വർഷത്തെ തിരുവോണം, കഴിഞ്ഞ വർഷത്തെ തിരുവോണം എനിക്ക് ഇതിനെക്കാട്ടിയും ഗംഭീരമായിട്ട് ഞാൻ ആഘോഷിച്ചാണ് കേട്ടോ. എൻ്റെ റൂമിൽ എൻ്റെ കട്ടിൽ ഞാൻ ഇങ്ങനെ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ
വായുമ്പളത്തിങ്ങനെ മേലോട്ട് നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ ഓണം അതിനെക്കാട്ടി ഗംഭീരമായിരുന്നു, അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഈ ഓണത്തിന് വലിയൊരു സമ്മാനം എനിക്ക് കിട്ടി. എനിക്ക് അത്രയ്ക്ക് വിലപ്പെട്ട ഒരു സമ്മാനം എനിക്ക് ഈ ഓണത്തിന് എനിക്ക് കിട്ടി. എനിക്ക് അത്രയ്ക്ക് വിലപ്പെട്ട ഒരു ഓണമാണിത്. അപ്പോൾ എൻ്റെ ഓണവിശേഷം ഇതാണ്. എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വീഡിയോ എടുക്കാൻ കഴിയുമോ അറിയത്തില്ല. വീഡിയോ ചെയ്യാൻ പറ്റുന്ന രീതിയാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം. അതുവരെ ബൈ.